എല്ലാവർക്കും സിജി ടോക്സിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസിന്റെ 6ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലെ ഫലഭൂയിഷ്ഠമായ പ്രദേശം റെയ്ച്ചൂർ. CE 17ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച മറാത്ത രാജവംശത്തിന്റെ ആസ്ഥാനം പൂനെ. ബാബറിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിൽ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കപ്പെട്ട സമ്പ്രദായം അറിയപ്പെട്ടത് ഇഖ്ത. മുഗൾ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കപ്പെട്ട സമ്പ്രദായം അറിയപ്പെട്ടത് ജാഗിർദാരി. മധ്യകാല ഇന്ത്യയിൽ കോഴിക്കോട് നിന്ന് കയറ്റുമതി ചെയ്ത പരുത്തി തുണിത്തരങ്ങൾ അറിയപ്പെട്ടത് കാലിക്കോ. കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് വിളിച്ചത് യൂറോപ്യന്മാർ. മധ്യകാല ഇന്ത്യയിൽ എത്തിയ ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടി. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ഇബ്നു ബത്തൂത്ത. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത് കർഗാനകൾ. ലീലാവതി എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് ഭാസ്കരാചാര്യർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി റാൾഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ടവർണിയർ. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഷി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗം ഇടനാട്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കുന്ന രീതി ഹൈഡ്രോപോണിക്സ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് തെയിൽസ്. ഭൂമി കൃത്യമായ ഗോളത്തിലെ രൂപമല്ല എന്ന് കണ്ടെത്തിയതാര്? ഐസക് ന്യൂട്ടൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചതാര്? മഗല്ലൻ.